ഒരു വ്യക്തി ഇൻട്രോവർട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു നാണം കുടുങ്ങിയാണെന്നാണോ? ഇതിന് പിന്നിൽ ഒരുപാട് മിത്തുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തെറ്റായ ധാരണ വരുന്നത്. ഇൻട്രോവർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതൊരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ളത് കൊണ്ടല്ല. എക്സ്ട്രോവർട്ട് ആയവർക്ക് ഒരു എനർജി കിട്ടുന്നത് മറ്റുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. പക്ഷെ അതിനർത്ഥം എക്സ്ട്രോവർട്ടുകൾ എപ്പോഴും ഹാപ്പിയും കോൺഫിഡന്റും ഒക്കെ ആയിരിക്കും എന്നല്ല. സത്യത്തിൽ കൂടുതൽ ആളുകളും ആംബിവേർട്ട് ആണ്. അതായത് ഇൻട്രോവർട്ടിന്റെയും എക്സ്ട്രോവർട്ടിന്റെയും ഒരു മിക്സ്. അതുകൊണ്ടാണ് ചില ദിവസം നമുക്ക് ഫുൾ സോഷ്യൽ മൂഡ് ആകുന്നതും ചില ദിവസങ്ങളിൽ നമുക്ക് സൈലന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ തോന്നുന്നതും. ഇതിന്റെ പിന്നിലെ സൈക്കോളജി എന്താണെന്ന് അറിയോ? എക്സ്ട്രോവർട്ടിന്റെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിവാർഡ് സിസ്റ്റം കൂടുതൽ ആക്റ്റീവ് ആണ്. സോ അവർക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റും സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം വേണം. നേരെ മറിച്ച് ഇൻട്രോവർട്ടിന്റെ ബ്രെയിൻ ഇതിനോട് കൂടുതൽ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് അധികമായിട്ടുള്ള സ്റ്റിമുലേഷൻ അവരെ തളർത്തും. അതുകൊണ്ടാണ് അവർക്ക് അധികം ബഹളമൊന്നുമില്ലാത്ത സ്ഥലങ്ങളോട് ഇഷ്ടം. സോ ഇൻട്രോവർട്ട് എക്സ്ട്രോവർട്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഫിഡൻസിനെ അല്ല, എനർജി ഡയറക്ഷനെയാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി ആണത്, ലേബൽ അല്ല.